നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 22 ആണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? റിവിഷൻ ഡേ ആ. അപ്പോൾ ഡേ 17, 18, 19, 20, 21 ഇത്രയും ദിവസത്തെ ടോപ്പിക്സാ ഇന്ന് റിവിഷന് വേണ്ടി തന്നിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. എല്ലാവരും സെറ്റ് ആയില്ലേ? നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച ടോപ്പിക്സ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ കുറേ സമയം കിട്ടിയല്ലോ. കഴിഞ്ഞ സാറ്റർഡേ സൺഡേ എല്ലാം റിവിഷൻ ചെയ്യാനുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഫുൾ മാർക്ക് തന്നെ മേടിക്കണേ. അപ്പോൾ എന്തായാലും പരീക്ഷയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഒട്ടകത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് മകുടം, മരുപ്രിയം, ഉഷ്ണം, രുച. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പാലിന്റെ പര്യായ പദം കണ്ടെത്തുക. പയസ്, സുര, ഹാല, സുഷിരം. 3, കാതിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കർണം, ശ്രവണം, ശ്രോത്രം, ദുഗ്ധം. 4, ചുവടെ തന്നിരിക്കുന്നതിൽ ഗൃഹം എന്നും മഞ്ഞൾ എന്നും അർത്ഥമുള്ള പദം ഏത്? ആലയം, ഭവനം, വസതി ഇവയൊന്നുമല്ല. 5, which of the following word is similar in meaning to weaken? Prodigal, clemency, debilitate, conceal. 6, find odd one out. Lavish, spendthrift, cripple, squandering. 7, 69 ഗ്രാം സോഡിയം മൂലകത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ ഒരു ക്ലൂ തന്നേക്കുന്നത് ഒരു GAM സോഡിയം എന്നാൽ, സോഡിയം എന്നും കൂടെ ഉണ്ട്, ഒരു GAM സോഡിയം എന്നാൽ 23 ഗ്രാം സോഡിയം ആണ്. അപ്പൊ ആ ക്ലൂ ഉപയോഗിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താം. 8, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും അമോണിയയുടെ മോളിക്കുലാർ മാസ് കണ്ടെത്തുക. 18, 17, 16, 15. 9, വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം വിശദീകരിക്കുന്ന നിയമം ഏത്? ബോയിൽ നിയമം, അവോഗ്യാഡ്രോ നിയമം, ചാൾസ് നിയമം, ജൂൾസ് നിയമം. 10, സോഡിയത്തിന്റെ മുറിക്കപ്പെട്ട കഷ്ണത്തിന്റെ തിളക്കം കുറഞ്ഞു വരുന്നതിനുള്ള കാരണം ചുവടെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആദ്യത്തേത് സോഡിയം മൃദുലോഹമായതുകൊണ്ട്. രണ്ടാമത്തേത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ പ്രവർത്തനം മൂലം. മൂന്നാമത്തേത് ക്ലാവ് പിടിക്കുന്നത് കൊണ്ട്. നാലാമത്തേത് ഇവയൊന്നുമല്ല. 11, ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത് റിഡോക്സ് പ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെല്ല്. രണ്ടാമത്തെ പ്രസ്താവന ഗാൽവനിക് സെൽ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തേത് ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ഇലക്ട്രോഡുകളാണ്. നാലാമത്തേത് ഇലക്ട്രോപ്ലേറ്റിംഗിൽ ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിന്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തേണ്ടത്. 12, അറിവ് സമ്പദ്ക്രമത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെയില്ലേ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. അറിവധിഷ്ഠിത മേഖല തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ടെക്നോ പാർക്ക് അറിവധിഷ്ഠിത മേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. വിദ്യാഭ്യാസമാണ് അറിവ് സമ്പദ്ക്രമത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ടേ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 13, മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശിശുമരണ നിരക്ക്, സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. 14, ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ദാരിദ്ര്യം. ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് പ്ലാനിംഗ് കമ്മീഷനു വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്കു പ്രകാരം ഇന്ത്യയിൽ 2011-12 ദാരിദ്ര്യത്തിന് താഴെയുള്ളവർ, ദാരിദ്ര്യരേഖയിലാണ്, താഴെയുള്ളവർ 29.5%. ഇനി ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് കലോറിയുടെ അടിസ്ഥാനത്തിലാണ്.
ഗ്രാമപ്രദേശത്ത് ദിവസം 2100 കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ആ വ്യക്തി ദാരിദ്ര്യത്തിലാണ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 35% കൂടുതൽ ജനങ്ങൾ ദരിദ്രത്തിലാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഡോക്ടർ സലീം അലിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു കുരുവിയുടെ പതനം, ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് ഇന്ത്യ, കേരളത്തിലെ പക്ഷികൾ. 16. ചുവടെ തന്നിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? 4 ഉദാഹരണങ്ങൾ തന്നേക്കുന്നത്. വസ്ത്രങ്ങൾ വെയിലേറ്റു മങ്ങുന്നു, മാങ്ങ പഴുക്കുന്നു, കുപ്പി പൊട്ടുന്നു, ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു. അപ്പൊ ഇതിന് രാസമാറ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതുക. 17. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഏകകോശ ജീവികൾക്ക് ഉദാഹരണം കണ്ടെത്തുക. അമീബ, ബാക്ടീരിയ, യൂഗ്ലീന ഇവയെല്ലാം. 18. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏത്? 1977, 79, 1966, 69, 84, 87, 91, 93. 19. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് ഉള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി മെഹ്ലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ ചുമതലയാണ്? നീതി ആയോഗ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ സർവേ ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം 21. CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം? 1950, 1956, 1958, 1960. 22. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളുണ്ട്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവാണ് JC കുമരപ്പ. രണ്ടാമത്തേത് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശ്വർ ദലാലാണ്. മൂന്നാമത്തേത് ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. 4മത്തേത് 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് KC നിയോഗിയായിരുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ആദ്യത്തെ ചോദ്യം 23. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വിസ്മയ 15,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഫോൺ 15% നഷ്ടത്തിൽ വിറ്റു. എത്ര രൂപയ്ക്കാണ് പഴയ ഫോൺ വിറ്റത്? ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുക. 24. ഒരു TV 15% ഡിസ്കൗണ്ടിൽ 12,750 രൂപയ്ക്ക് വാങ്ങിയാൽ ടിവിയുടെ യഥാർത്ഥ വില എത്രയാണ്? ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുക. 25. ഒരു കച്ചവടക്കാരൻ വാങ്ങിയ എല്ലാ പേനകളും വിറ്റു. 8 പേനയുടെ വാങ്ങിയ വിലയും 10 പേനയുടെ വിറ്റ വിലയും തുല്യമായ ലാഭമോ നഷ്ടമോ എത്ര? അപ്പൊ ഇത്രയായിരുന്നേ ചോദ്യങ്ങള്. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഒട്ടകത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മകുടം. മകുടം എന്നാൽ കിരീടം എന്നാണ് അർത്ഥം. രുച എന്നാൽ രോഗം എന്നാണ് അർത്ഥം. അപ്പൊ 1ഉം 4ഉം ആണ് ഉൾപ്പെടാത്തത്. ബി 1ഉം 4ഉം. മരുപ്രിയം, ഉഷ്ട്രം, പിന്നെ മഹാംഗം, ഇതാണ് ഒട്ടകത്തിന്റെ പര്യായ പദങ്ങൾ. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പാലിന്റെ പര്യായ പദം കണ്ടെത്തുക. പയസാണ് പാല്. സുര എന്നാൽ മദ്യം, ഹാല എന്നാൽ മദ്യം, സുഷിരം എന്നാൽ ഓടക്കുഴൽ. 3. കാതിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ദുഗ്ധമാണ്. ദുഗ്ധം എന്ന് വെച്ചാൽ പാൽ എന്നാണ് അർത്ഥം. ചുവടെ തന്നിരിക്കുന്നതിൽ ഗ്രഹം എന്നും മഞ്ഞൾ എന്നും അർത്ഥമുള്ള പദം ഏത്? വസതിയാണേ, വസതി. 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു വീക്കൻ? വീക്കൻ എന്ന മീനിങ് വരുന്ന വേർഡ് സി, ഡിബിലിറ്റേറ്റ്. 6. ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് ക്രിപ്പിൾ ആണ്. ക്രിപ്പിൾ. ക്രിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? വീക്കൻ എന്നാണ് അർത്ഥം. ലാവിഷ്, സ്പെൻഡ്രിഫ്റ്റ്, സ്ക്വാൻഡ്രിങ്, ധാരാളി എന്നൊക്കെ പറയത്തില്ലേ? പ്രോഡിഗലിന്റെ സിനോണിംസാ പ്രോഡിഗൽ. അടുത്ത ചോദ്യം, 69 ഗ്രാം സോഡിയം മൂലകത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര?
ഉത്തരം 3 into 6.022 into 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആണ് 69 ഗ്രാം സോഡിയം മൂലകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു GAM സോഡിയം എന്ന് പറയുന്നത് 23 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 69 ഗ്രാം സോഡിയം മൂലകത്തിന്റെ GAM എത്രയായിരിക്കും? ഒരെണ്ണത്തിൻ്റെത് 23 ആണെങ്കിൽ 69ന്റെ കണ്ടുപിടിക്കാൻ 69 ഡിവൈഡഡ് ബൈ 23 ചെയ്താൽ മതി. അതായത് 3 GAM ആണ്. അപ്പോൾ GAM കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? GAM into 6.022 into 10⁻23. അപ്പോൾ 3 into 6.022 into 10⁻23. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും അമോണിയയുടെ മോളിക്കുലാർ മാസ് കണ്ടെത്തുക. അമോണിയ എന്നാൽ NH3 ആണ്. NH3. അതില് നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 14 ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആണ്. അപ്പൊ NH3 ആവുമ്പം N14 പ്ലസ് H 3 ഇല്ലേ? അപ്പൊ 1 into 3 എന്ന് വരും. അപ്പൊ 14 plus 3. 14 plus 3 എത്രയാ? 17. 17 ആണ് അമോണിയയുടെ മോളിക്കുലാർ മാസ്. അടുത്ത ചോദ്യം, വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിനുള്ള കാരണം വിശദീകരിക്കുന്ന നിയമം ഏതാ? ചാൾസ് നിയമം. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ചാൾസ് നിയമമാണ്. 10. സോഡിയത്തിന്റെ മുറിക്കപ്പെട്ട കഷ്ണത്തിന്റെ തിളക്കം കുറഞ്ഞു വരുന്നതിനുള്ള കാരണം താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. B ആണ്. അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ പ്രവർത്തനം മൂലമാണ് സോഡിയത്തിന്റെ തിളക്കം കുറഞ്ഞു വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. B ആണ് തെറ്റ്. ഗാൽവനിക് സെൽ വോൾട്ടായിക് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫോട്ടോ വോൾട്ടായിക് അല്ല, വോൾട്ടായിക് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. 12. അറിവ് സമ്പദ്ക്രമത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. ഇപ്പൊ മേൽ പറഞ്ഞവയെല്ലാം D ആണ് ഉത്തരം. 13. മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? A ആണ് ശിശുമരണ നിരക്ക്. 14. ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ദാരിദ്ര്യം. ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് C ആണ്. ഗ്രാമപ്രദേശത്ത് ദിവസം 2400 കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിലാണ് ആ വ്യക്തി ദാരിദ്ര്യത്തിലാണ്. നഗരപ്രദേശങ്ങളിലാണ് 2100. അപ്പൊ C ആണ് തെറ്റിപ്പോയത്. 15. ചുവടെ പറയുന്നവയിൽ ഡോക്ടർ സലീം അലിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷികൾ ഇന്ദുചൂടൻ KK നീലകണ്ഠന്റെ കൃതിയാണ്. 16. ചുവടെ തന്നിരിക്കുന്നതിൽ രാസമാറ്റത്തിന്റെ ഉദാഹരണം അല്ലാത്തത് ഏതാ? അല്ലാത്തത് കുപ്പി പൊട്ടുന്നതാണ്. 3 മാത്രമാണ് ഉത്തരം. C. അത് ഭൗതിക മാറ്റമാണ്. 17. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഏകകോശ ജീവികൾക്ക് ഉദാഹരണം കണ്ടെത്തുക. D ആണ് ഇവയെല്ലാം. 18. ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം B 1966-69. 19. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് D ആണ്. മെഹ്ലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. 20. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ ചുമതലയാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഈ CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇല്ലേ, NSSO, ഇതും കൂടി ലയിച്ചതിന്റെ ഫലമായി ഇവ രണ്ടും കൂടി CSOയും NSSOയും കൂടി ലയിച്ചതിന്റെ ഫലമായിട്ട് NSO ഫോം ചെയ്തു. NSO എന്ന് വെച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അടുത്ത ചോദ്യം, CSOയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത്? വർഷം B 1956. 22. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. D ആണ്. 1944 ഗാന്ധിയൻ പ്ലാനിന്റെ ഉപജ്ഞാതാവാര? ശ്രീമൻ നാരായൺ അഗർവാൾ ആണ്. ശ്രീമൻ നാരായൺ അഗർവാൾ. ഈ KC നിയോഗി ആരാ? അപ്പോ ഈ KC നിയോഗിയെ 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആണ് KC നിയോഗി. അടുത്ത ചോദ്യം, പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വിസ്മയ 15,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഫോൺ. അപ്പോൾ വിസ്മയ വാങ്ങിയ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ്, അതായത് വാങ്ങിയത് എത്ര രൂപയ്ക്കാ? 15,000 രൂപയ്ക്കാണ് വിസ്മയ ഫോൺ വാങ്ങിയത്. 15,000 രൂപ എന്ന് പറഞ്ഞാൽ 100% എടുത്തേക്കാൻ ഞാൻ പറഞ്ഞു. ആ ഫോൺ
15% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15% നഷ്ടം. 15% നഷ്ടം എന്ന് പറഞ്ഞാൽ 85%-ത്തിനാണ് വിറ്റത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 85. ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ 12,750 എന്ന് വരും. ബി 12,750. അടുത്ത ചോദ്യം, ഒരു ടി വി 15% ഡിസ്കൗണ്ടിൽ 12,750 രൂപയ്ക്ക് വാങ്ങിയാൽ ടി വിയുടെ യഥാർത്ഥ വില എത്രയാണ്? 15% ഡിസ്കൗണ്ടിലല്ലേ വാങ്ങിയത്. അപ്പൊ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ 12,750 ഇൻറ്റു 15% ഡിസ്കൗണ്ട് അല്ലേ, അപ്പൊ 100/85 ആണ്. ഇങ്ങനെയാണ് യഥാർത്ഥ വില കണ്ടുപിടിക്കുന്നത്. 12,750 ഇൻറ്റു 100/85. 85 എങ്ങനെ എടുത്തു? 15% ആയതുകൊണ്ട് 100-ൽ നിന്നും 15 സബ്ട്രാക്ട് ചെയ്യാം. ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ 15,000 എന്ന് വരും. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ വാങ്ങിയ എല്ലാ പേനകളും വിറ്റു. 8 പേനയുടെ വാങ്ങിയ വിലയും 10 പേനയുടെ വിറ്റ വിലയും തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളതാ. 8 CP = 10 SP. അപ്പൊ ഇവിടുന്ന് CP/SP എടുക്കാം. CP/SP എടുക്കുമ്പോൾ എന്തോ വരും? 10/8 എന്ന് വരും. 10/8. അപ്പൊ 10 എന്ന് പറയുന്നത് CP ആയിരിക്കും, SP 8 ആണ്. അപ്പൊ വാങ്ങിയത് 10 രൂപയ്ക്ക്, വിറ്റത് 8 രൂപയ്ക്ക്. അപ്പൊ എന്തായാലും നഷ്ടമാണ്. നഷ്ടം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എത്ര ശതമാനമാണ് നഷ്ടം എന്നാ കണ്ടുപിടിക്കാനുള്ളത്. നഷ്ടം എത്രയാ? 10 രൂപയ്ക്ക് വാങ്ങി 8 രൂപയ്ക്ക് വിറ്റാൽ 2 രൂപയിലെ നഷ്ടം. നഷ്ട ശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില 10 രൂപയാണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. 2/10 ഇൻറ്റു 100. സീറോസ് ക്യാൻസൽ ആയപ്പോൾ അപ്പം 20% നഷ്ടമാണ് അയാൾക്ക് പറ്റിയത്. 20% നഷ്ടം. അപ്പം ഇത്രയായിരുന്നു ചോദ്യങ്ങളെ. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യണം, നിർബന്ധമാണ്. നാളെ ഡേ 23. നാളെ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടുതരും. ടൈം ഷെഡ്യൂളും ഇട്ടുതരും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.